ഹരിയാനയിൽ ബി.ജെ.പി. ജെ.ജെ.പി. സഖ്യം തകർച്ചയിലേക്കെന്ന് സൂചന. ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഹരിയാന മുഖ്യമന്ത്രി സ്ഥാനം ബി.ജെ.പിയുടെ മനോഹർ ലാൽ ഖട്ടർ രാജിവെച്ചേക്കുമെന്നുള്ള വിവരമാണ്. മനോഹർ ലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. സഞ്ജയ് ഭാട്ടിയ, നായബ് സൈനി എന്നിവരുടെ പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുമുണ്ട്. വിവരങ്ങളുമായി നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ ചേരുന്നു. നോബിൾ, ആദ്യം ഹരിയാനയിലെ സംഭവ വികാസങ്ങളിലേക്ക് നമുക്ക് പോകാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രണ്ടുപേരെ പരിഗണിക്കുന്നു. ജെ.പി. നദ്ദയുമായുള്ള കൂടിക്കാഴ്ചകൾ, അതേക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ തന്നെ ഹരിയാനയിൽ വലിയൊരു ട്വിസ്റ്റ് കാണാൻ പോവുകയാണ്. പുതിയ ഹരിയാന രാഷ്ട്രീയത്തിൽ വലിയ ട്വിസ്റ്റുകൾ ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവിടെ ബി.ജെ.പി. ജെ.ജെ.പി. സഖ്യമാണ് സർക്കാർ ഉള്ളത്. പക്ഷേ ഈ സഖ്യ സർക്കാരിൽ പ്രധാനമായും ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സീറ്റ് ചർച്ചകളിലേക്ക് എത്തിയപ്പോൾ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടുത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി.ജെ.പി. ഒറ്റയ്ക്ക് മത്സരിച്ചാണ് 10 സീറ്റുകളിലും വിജയിച്ചത്. അതിനു പിന്നാലെയായിരുന്നു സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ജെ.ജെ.പി. അവിടെ സഖ്യത്തിന്റെ ഭാഗമാവുകയും ചെയ്തത്. എന്നാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ജെ.ജെ.പിക്ക് 2 സീറ്റ് വേണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വച്ചിരിക്കുന്നു. അതാണ് ഇപ്പോൾ അവിടുത്തെ സഖ്യത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ബി.ജെ.പി. അതിൽ വ്യക്തമാക്കുന്നത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിച്ച് 10 സീറ്റുകളും ജയിച്ച പശ്ചാത്തലമുണ്ട്, പിന്നെ എന്തിനാണ് ജെ.ജെ.പിക്ക് 2 സീറ്റ് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. ഇത് സർക്കാരിനെ കൂടി ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. പ്രത്യേകിച്ച് മനോഹർലാൽ ഖട്ടർ ഇന്നോ അല്ലെങ്കിൽ നാളെയോ രാജിവെക്കും എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നു. 2 സാധ്യതകളാണ് ഇതിൽ പറയപ്പെടുന്നത്. ഒന്ന്, മനോഹർലാൽ ഖട്ടർ രാജിവെച്ച ശേഷം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്നു. മറ്റൊന്ന് എന്ന് പറയുന്നത്, ജെ.ജെ.പി. ഒഴിവാക്കിക്കൊണ്ട് ഈ സ്വതന്ത്ര എം.എൽ.എമാരുടെ പിന്തുണയോടെ മറ്റു സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കം അവിടെ നടക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുന്നത്. എന്താണെങ്കിലും ജെ.ജെ.പി. നേതാവ് ദുഷ്യന്ത് ചൗട്ടാല ദില്ലിയിൽ എത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുമായി ഉടൻ കൂടിക്കാഴ്ച നടത്തും എന്ന റിപ്പോർട്ടുകൾ കൂടി അവിടെ നിന്ന് പുറത്തേക്ക് വരികയാണ്. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ചാണ് ഹരിയാനയിൽ സഖ്യമായി മത്സരിക്കുന്നത്. 9 സീറ്റിൽ കോൺഗ്രസും 1 സീറ്റിൽ കുരുക്ഷേത്രയിൽ ആം ആദ്മിയും മത്സരിക്കും എന്ന് ഇന്ത്യ സഖ്യത്തിൽ നേരത്തെ ധാരണയായിരുന്നു. ഇത്തരത്തിൽ ഒരു വിഭജനം, പ്രത്യേകിച്ച് ഒരു സ്പ്ലിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എൻ.ഡി.എക്ക് അത് തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് ഗുണകരമാകുമെന്ന വിലയിരുത്തൽ കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരുപക്ഷെ സർക്കാരിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ കേന്ദ്ര തലത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ നിന്ന് ഉണ്ടാകും എന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ ഇന്നൊരുപക്ഷെ രാജിവെച്ചേക്കും. അങ്ങനെയാണെങ്കിൽ സഞ്ജയ് ഭാട്ടിയ ഒപ്പം നായബ് സൈനി എന്നീ 2 പേരുകൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ബി.ജെ.പി. പരിഗണിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിരിക്കും, പ്രത്യേകിച്ച് എൻ.ഡി.എ സഖ്യത്തിൽ ഇത്തരത്തിൽ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഇത്ര വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഇത് ബി.ജെ.പിക്ക് ആദ്യമായിട്ടായിരിക്കും. എന്താണ്, ഹരിയാനയിലാണ് നിലവിൽ ആ പ്രതിസന്ധി ബി.ജെ.പി. ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. സുജയ. ശരി, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടയും ബി.ജെ.പി. ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗും അവർ നിരീക്ഷകരായി ഹരിയാനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കർണാൽ മണ്ഡലത്തിൽ ഖട്ടർ മത്സരിക്കുമെന്നുള്ള വിവരവും പുറത്തുവരുന്നുണ്ട്. ബി.ജെ.പിയും ജനനായക് പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാകും എന്നുള്ളതാണ് അടുത്തതായി അറിയേണ്ടത്.